വേനൽക്കാലത്ത് പള്ളുരുത്തിയിലെ ജനങ്ങൾക്ക് ആശ്വാസമായി കൂറ്റൻ മഴമരങ്ങൾ. റോഡരികിലെ തണൽ വൃക്ഷങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് കൊച്ചി റിപ്പോർട്ടർ ഹസ്ന തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മെട്രോ 7 ന്യൂസ് സ്പെഷ്യൽ സ്റ്റോറി പള്ളുരുത്തിയുടെ എയർ കണ്ടീഷണർ. കച്ചവടം ചെയ്യാനായാലും പോക്കുവരവിലായാലും ഇവിടെ വന്നാൽ അന്വേഷിച്ച് നിശ്രമിക്കാൻ പോകും സ്ഥലം കണ്ടിട്ട്. മീനസൂര്യന്റെ കൊടും ചൂടിൽ വഴിയോര കച്ചവടക്കാർക്കും കാൽനട യാത്രക്കാർക്കും എന്നും തണലാണ് റോഡരികിലെ ഈ കൂറ്റൻ വൃക്ഷങ്ങൾ. ഇത്തരത്തിൽ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന വർഷങ്ങളോളം പഴക്കമുള്ള പള്ളുരുത്തി വെളിയിലെ മഴമരങ്ങളെയാണ് മെട്രോ 7 ന്യൂസ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്കായി എത്തിക്കുന്നത്. ഒരു 2 മാസം മുമ്പ് ഇതിൻ്റെ ഇലയെല്ലാം പൊളിഞ്ഞിരിക്കണമായിരുന്നു. അപ്പോൾ ഇവിടെ ഇരിക്കാനും വന്ന് നിൽക്കാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടായി. അപ്പോൾ ഈ ഇലകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് കാരണന്മാരും മറ്റുള്ളവരൊക്കെ നിൽക്കാനും ഒരു സുഖം ഇതേപോലെ തോന്നുന്നുണ്ട്. അതായത് നോമ്പെടുത്ത ആൾക്കാരായാലും ഇത് ആ തണലെ ആശ്രയിച്ച് നിൽക്കുന്നത്. അത് വളരെയധികം സുഖമാണിപ്പോൾ. ഇല കൊഴിഞ്ഞ് കഴിയുമ്പോൾ ഒരാൾക്കും നിൽക്കാനും പറ്റാത്തൊരു സിറ്റുവേഷനാണ്. ഇപ്പോൾ പെണ്ണുങ്ങളായാലും എന്നെപ്പോലെ ചെറുപ്പക്കാർ പെണ്ണുങ്ങളായാലും ഈ തണലിൽ വന്ന് ഇതിൽ ആശ്വസിക്കാൻ വേണ്ടി കുറച്ചേറെ നേരം പോകാൻ വേണ്ടിയിരിക്കും. മഴയുള്ളത് കൊണ്ട് നമുക്ക് പണിയെടുക്കാൻ വെയിലത്ത് ഇല്ലെങ്കിൽ പണിയെടുക്കാനും പറ്റില്ല. എന്നിട്ട് മഴയ്ക്കും ഏൽപ്പിക്കും ഇത് നല്ല ചൂടുണ്ട്. ഇനിയിപ്പോൾ ചൂട് കാലത്ത് പുറത്തിറങ്ങാൻ നടക്കാൻ പറ്റില്ല. പക്ഷേ മരമായുള്ള നമുക്ക് നല്ല തണലും കിട്ടും. ഇതുകൊണ്ട് നമുക്ക് വെള്ളം കിട്ടും. എല്ലാത്തിനും നല്ല സൗകര്യമാണ്. വെട്ടിക്കളഞ്ഞാൽ നല്ല ശുദ്ധവായു ശ്വസിക്കാം. അല്ലാതെ അല്ലേ മരമൊക്കെ വെട്ടിക്കളയാതിരുന്ന ഭാഗ്യം. തണലല്ലേ ഇവിടെയൊക്കെ ആളുകൾക്ക് ഇരിക്കാൻ. ഇപ്പോൾ തൊഴിലാളികളാണെങ്കിൽ തന്നെ നമ്മളുടെ ഇവിടെ തൊഴിലെടുക്കുന്ന ആൾക്കാർ പോയി കഴിഞ്ഞപ്പോൾ വേഗം തന്നെ ഈ റോഡ് സ്റ്റാൻഡിൽ തന്നെയാണ്. മറ്റുള്ള സ്റ്റാൻഡുകളിൽ വെയിൽ ഉള്ളതിന് കഴിഞ്ഞ് ചൂടാണ്. അപ്പോൾ ചൂടിൻ്റെ ഇതനുസരിച്ചാണെങ്കിൽ നമുക്ക് ഇവിടെ ഏറ്റവും വലിയൊരു ഗുണകരമായ രീതിയിലാണ് പള്ളിക്ക് വെളിയിൽ ഈ വാക്കാമരം എന്ന് പറഞ്ഞാൽ ഈ വൃക്ഷം കൊണ്ട് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യും. പിന്നെ വേറെ എല്ലാ തൊഴിലാളികളും നമ്മൾ ഇവിടെ തന്നെ വന്ന് കൂടി ഈ വൈകുന്നേരം മുമ്പ് എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ചൂടുകാലത്ത്. നാടാകെ ചുട്ടുപൊള്ളുന്ന ചൂടാണെങ്കിലും പള്ളുരുത്തി വെളിയിൽ അത് ഒട്ടും അനുഭവപ്പെടില്ല. വലിയ തണൽ മരങ്ങളും ശിഖരങ്ങളും പടർന്ന് പന്തലിച്ച് അങ്ങനെ തണലൊരുക്കുകയാണ്. ആളുകൾക്ക് ആശ്വാസമേകുന്നതിനുപരി ദേശാടന പക്ഷികളുടെയും മറ്റ് ജീവജാലങ്ങളുടെയും സങ്കേതമാണ് ഈ തണൽ മരങ്ങൾ. കാലാവസ്ഥയുടെ ഈ മാറ്റത്തിൽ നിരവധി ആളുകളും കച്ചവടക്കാരുമാണ് റോഡരികിൽ തണൽ വിരിക്കുന്ന ഈ മഴമരങ്ങളെ ഏറെ ആശ്രയിക്കുന്നത്. പ്രായം ചെന്നെത്തിയവരും സ്കൂൾ കുട്ടികളുമാണ് ഈ മരങ്ങളെ ഏറെ ആശ്രയിക്കുന്നത്. പലർക്കും തണൽ നൽകുന്ന ഈ മരങ്ങൾ എന്നെന്നും നിലനിൽക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. എന്നാൽ വർഷകാലമായാൽ ഈ മരങ്ങൾ അപകട ഭീഷണി ഉയർത്തുമെന്ന ഭീതിയും ഇവരിലുണ്ട്. റിപ്പോർട്ടർ ഷിബിന ലിച്ചിനോടൊപ്പം ഹസ്ന ഹാരിസ്, മെട്രോ 7 ന്യൂസ്, കൊച്ചി. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR ഒപ്റ്റിക്കൽസ്, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR ഒപ്റ്റിക്കൽസ്, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.